എവ്രിവൺ, നിങ്ങൾ എല്ലാവരും എക്സാമിന് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് അഡ്രസ് ചെയ്യാനും ആ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും നിങ്ങൾ ഫ്യൂച്ചർ എക്സാംസിന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പം എന്താണ് ആ മിസ്റ്റേക്ക് എന്നല്ലേ? ഇപ്പൊ ഒരു ടേമിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടാവും അല്ലെ? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ ബിസിനസ്, ഡൊമസ്റ്റിക് ബിസിനസ് എന്നും ഹോം ട്രേഡ് എന്നും ഇന്റേണൽ ബിസിനസ് എന്നൊക്കെ നാഷണൽ ബിസിനസ് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നാഷണൽ ബിസിനസിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ നാഷണൽ ബിസിനസ് ആണ് ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് അറിയാത്ത ഒരു കുട്ടിക്ക് എക്സാം പേപ്പറിൽ ഡൊമസ്റ്റിക് ബിസിനസിന്റെ ഫീച്ചേഴ്സ് എഴുതുക എന്ന് പറയുമ്പോൾ എഴുതാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ സീനിയേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് വരുത്തിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണത്. അതായത് നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ 3 ടയർ മെഷീനറി എന്നുള്ളത് അല്ലെ. അപ്പൊ ഈ 3 ടയർ മെഷീനറിനെ റീഡ്രസൽ ഏജൻസി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടും ഒന്നാണ് എന്നറിയാത്ത കുട്ടികൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പം പല കുട്ടികളും ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ 3 ടയർ മെഷീനറി. അവർ കേട്ടിട്ടുള്ള പേരെന്ന് പറയുന്നത് എന്താണ്? റീഡ്രസൽ ഏജൻസി മാത്രമാണ്. റീഡ്രസൽ ഏജൻസി കേട്ടിട്ടുള്ള ഒരു കുട്ടിക്ക് റീഡ്രസൽ ഏജൻസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. പക്ഷെ അത് തന്നെയാണ് 3 ടയർ മെഷീനറി എന്നുള്ളത് അറിയാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, 3 ടയർ മെഷീനറിയും അതുപോലെ തന്നെ റീഡ്രസൽ ഏജൻസീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടും രണ്ടും ഒന്നാണ്. ഓക്കെ, രണ്ടും ഒന്നാണ്. ഇനി ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുത്. ഇതൊക്കെയാണ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നെയിം എനി 2 റീഡ്രസൽ ഏജൻസീസ് അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു പ്രൊട്ടക്ട് ദ കൺസ്യൂമേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഡിസ്ട്രിക്ട് ഫോറം എഴുതാം, നാഷണൽ കമ്മീഷൻ എഴുതാം, അതും അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷൻ. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 2 മാർക്ക് കിട്ടി. അതുപോലെ തന്നെ 1 മാർക്ക് ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ അപ്പെക്സ് അതോറിറ്റി ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അത് ഏതാണ്? നമ്മുടെ നാഷണൽ കമ്മീഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ 3 ക്വസ്റ്റ്യനും സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓരോ ഇയറിലെ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക, എക്സാമിന് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ടേംസിന്റെ പല പേരുകൾ പഠിച്ചിട്ട് പോവാം. ഓക്കെ.